എൻ്റെ ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ കയ്യിലൊരു മൊബൈൽ ഇട്ടുപോയി, കീപാഡ് സെറ്റാണ്. ചില സമയങ്ങളിൽ നമ്മൾ ജിപേ ഉണ്ട് ഗൂഗിൾ പേ ഒക്കെ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ സെറ്റിങ് എടുത്താണ്. പുള്ളിക്കാരൻ്റെ ഈ ഒരു കീപാഡ് സെറ്റ് എടുത്ത് വരിക ഒരയ്ക്കും എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കളിയാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഞാനിപ്പോൾ പുള്ളിയുടെ ഓട്ടോയുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര എരപ്പ്, ഈ കടലിരമ്പുന്നത് പോലത്തെ ഒരു ശബ്ദം. ഞാൻ വിചാരിച്ച് ഇവിടെ അത് മാത്രമല്ല, നമ്മൾ ഈ പോലീസിൻ്റെയൊക്കെ എന്താ വയർലെസ് അല്ലേ, ആ വയർലെസ്സിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവില്ല, കിരി ആ ശബ്ദം പുള്ളിക്കാരൻ്റെ ഓട്ടോയുടെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ ഒരു ശബ്ദം കേൾക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ വയർലെസ് വെച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ മൊബൈലിൽ നിന്നുള്ള ശബ്ദം. ഞാൻ പറഞ്ഞിതെന്തോ ശബ്ദം കേൾക്കണേ. അത് ഞാൻ എന്നിട്ട് ചോദിക്കുന്നു, ക്രിക്കറ്റിൻ്റെ ഇടയിലുള്ള കമൻട്രി വല്ലതും കേൾക്കുന്നതാണോ എന്ന് ചോദിച്ചു, ക്രിക്കറ്റ് വല്ലതും കാണണമെന്ന് ചോദിച്ചു. ഇല്ല, ഇത്രയും ദിവസം നമ്മൾ അറിയാത്തൊരു സംഭവമാണ് ഈ മൊബൈലിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവില്ലേ എന്ന് പറയും. അപ്പോഴാണ് FM ഉള്ളത്. FM ആണെന്നുണ്ടെങ്കിലോ സ്റ്റേഷൻ ക്ലിയർ ആവുന്നില്ല. ഇതിപ്പോൾ ഏത് സ്റ്റേഷൻ പിടിച്ചു വെച്ചിരിക്കുന്നത്? പോലീസ് സ്റ്റേഷൻ അനന്തപുരിയ. ക്ലിയർ ഇല്ല, എരപ്പ് മാത്രം. ആൻറ്റിനെ വെച്ച് ക്ലിയർ ചെയ്യും, അതാണ് നല്ലത്. പിന്നെ ചാനലാണ് ഇത് പോയിട്ടിരിക്കുന്നത്, മയിലോട്ടുപടി ചാനലാണ്. അതുകൊണ്ടായിരിക്കും ശരിയാകാത്തത്. എന്തായാലും പുള്ളിയുടെ മൊബൈൽ അതിസാങ്കേതികത്വമായ വളർച്ചയാണ് കാണുന്നത് കേസ്. എന്തായാലും അഭിമാന നിമിഷങ്ങളാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദമെങ്കിലും കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ഗോപൻ പാവങ്ങളെ ഞാൻ കളിയാക്കിയതൊന്നുമല്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കളിയാക്കും. ഗൂഗിൾ പേയുടെ കാര്യം പറയുമ്പോ എത്ര രൂപ വേണോടാ എന്ന് തള്ളുക.